ശബരി റെയിൽപാത പദ്ധതി സംബന്ധിച്ച് കേന്ദ്ര സംസ്ഥാന തർക്കം രൂക്ഷമായി തുടരുകയാണ്. അങ്കമാലി എരുമേലി ശബരി റെയിൽപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര റെയിൽവേ മന്ത്രി പാർലമെൻറ്റിൽ നൽകിയ മറുപടി തെറ്റിദ്ധാരണാജനകമാണെന്ന് സംസ്ഥാനത്തെ റെയിൽവേയുടെ ചുമതലയുള്ള മന്ത്രി വി അബ്ദുറഹ്മാൻ പ്രതികരിച്ചിരുന്നു. കിഫ്ബിയുടെ ബാധ്യത സംസ്ഥാനത്തിൻ്റെ കടമെടുപ്പ് പരിധിയിൽ നിന്നും ഒഴിവാക്കിയാൽ ശബരി പാതയുടെ പുതുക്കിയ എസ്റ്റിമേറ്റ് പ്രകാരമുള്ള ചിലവിൻ്റെ 50% വഹിക്കാൻ കേരളം സന്നദ്ധമാണെന്നും മന്ത്രി വ്യക്തമാക്കിയിരുന്നു. എന്നാൽ അങ്കമാലി എരുമേലി ശബരിപാത സംബന്ധിച്ച കേന്ദ്ര സംസ്ഥാന തർക്കം മുറുകുന്നതിനിടെ ദക്ഷിണ റെയിൽവേയുടെ ആസ്ഥാനത്ത് ചെങ്ങന്നൂർ പമ്പ ശബരിപാത സംബന്ധിച്ച നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ്. അങ്കമാലി എരുമേലി ശബരിപാതയുടെ കാര്യത്തിൽ കേരളം സഹകരിക്കുന്നില്ല എന്നായിരുന്നു കേന്ദ്ര റെയിൽവേ മന്ത്രി പാർലമെൻറ്റിൽ പറഞ്ഞത്. ഇതിനെതിരെ മുഖ്യമന്ത്രിയും രംഗത്തെത്തിയിരുന്നു. എന്നാൽ ചെങ്ങന്നൂർ പമ്പ പദ്ധതിയുമായി കേന്ദ്രം മുന്നോട്ടു പോകുമെന്ന് റെയിൽവേ മന്ത്രി വ്യക്തമാക്കിയതോടെ കോളടിക്കുന്നത് അയ്യപ്പ ഭക്തന്മാർക്കും ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളിലെ ജനങ്ങൾക്കുമാണ്. ചെങ്ങന്നൂർ പമ്പ റെയിൽപാത സംബന്ധിച്ച കൂടുതൽ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ചെങ്ങന്നൂർ, ആറന്മുള, വടശ്ശേരിക്കര, പമ്പ എന്നീ 4 സ്റ്റേഷനുകളാണത്രേ നിർദ്ദിഷ്ട ചെങ്ങന്നൂർ പമ്പ ശബരിപാതയ്ക്കുണ്ടാകുക. നിലയ്ക്കലിൽ പാത ഭൂമിക്കടിയിലൂടെയാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. 30 മിനിറ്റാണ് യാത്രാസമയം നിശ്ചയിച്ചിരിക്കുന്നത്. വന്ദേ മെട്രോ ട്രെയിനുകൾ ഓടിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. 16 കോച്ചുകൾ വരെയുള്ള ട്രെയിനുകളാകും സർവീസ് നടത്തുക. മെട്രോ സ്റ്റേഷനുകളുടെ മാതൃകയിലായിരിക്കും ആറന്മുളയിലും വടശ്ശേരിക്കരയിലും പമ്പയിലുമുള്ള സ്റ്റേഷനുകൾ. ചെങ്ങന്നൂർ സ്റ്റേഷൻ ജംഗ്ഷൻ സ്റ്റേഷനായി മാറും. പമ്പയിൽ KSRTC സ്റ്റാൻഡിനടുത്താണ് റെയിൽവേ സ്റ്റേഷൻ നിർദ്ദേശിച്ചിരിക്കുന്നത്. പാതയുടെ വിശദ പദ്ധതി രേഖ തയ്യാറാക്കിയിരുന്നെങ്കിലും അത് പരിഷ്കരിക്കുകയാണ്. 7000 കോടി രൂപ ചെലവിലുള്ള പദ്ധതിയാണ് ആദ്യം തയ്യാറാക്കിയിരുന്നത്. ചെലവ് അല്പം താഴ്ത്താനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായാണ് എസ്റ്റിമേറ്റിൻ്റെ പുനഃപരിശോധന. ഓഗസ്റ്റ് അവസാന ആഴ്ച DPR റെയിൽവേ ബോർഡിലേക്ക് സമർപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് പുരോഗമിക്കുന്നത്. ദക്ഷിണ റെയിൽവേയുടെ അനുമതി DPRന് ലഭിച്ച ശേഷമായിരിക്കും ബോർഡിലേക്ക് സമർപ്പിക്കുക. മണ്ഡലകാല മകരവിളക്ക് സീസണിൽ മാത്രമായിരിക്കും പാത ഉപയോഗിക്കുക എന്നതാണ് ഇപ്പോഴത്തെ തീരുമാനം. ബാക്കി സമയങ്ങളിൽ അടച്ചിടും. ഓരോ മലയാള മാസവും 5 ദിവസം നട തുറക്കുമ്പോൾ തീവണ്ടി ഓടിക്കണമോ എന്ന കാര്യത്തിൽ ഇനിയും തീരുമാനമായിട്ടില്ല. ദേവസ്വത്തിൻ്റെ ഭാഗത്തു നിന്ന് ആവശ്യമുയർന്നാൽ അപ്പോൾ ആലോചിക്കാമെന്ന നിലപാടിലാണ് റെയിൽവേ. വിദേശത്ത് പ്രത്യേക കാലയളവിൽ മാത്രം തീർത്ഥാടനം നടത്തുന്ന ചില സ്ഥലങ്ങളിൽ ആ സമയത്തേക്ക് മാത്രം തീവണ്ടി സർവീസുള്ള കാര്യം റെയിൽവേ വൃത്തങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു. തീർത്ഥാടകർക്ക് പമ്പ വരെ എത്താനുള്ള സൗകര്യമുണ്ടെങ്കിൽ അതായിരിക്കും അവർ സ്വീകരിക്കുക എന്ന വാദവും ഉയരുന്നുണ്ട്. ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷൻ 360 കോടി രൂപ ചെലവിൽ വികസിപ്പിക്കുന്നതും അനുകൂല ഘടകമാണ്. ലാഭം മാത്രമല്ല ചെങ്ങന്നൂർ പമ്പ റെയിൽവേ ലൈൻ പദ്ധതിയുടെ ലക്ഷ്യമെന്നാണ് റെയിൽവേ വ്യക്തമാക്കുന്നത്. കേരളത്തിനു പുറത്തുനിന്ന് കൂടുതൽ തീർത്ഥാടകർ പമ്പയിലെത്താൻ മെച്ചപ്പെട്ട സൗകര്യമൊരുക്കി റെയിൽവേയുടെ സ്വീകാര്യത വർദ്ധിപ്പിക്കുക എന്നതാണ് ലക്ഷ്യമിടുന്നത്. അഖിലേന്ത്യാ തലത്തിൽ പ്രശസ്തമായ ശബരിമലയിലേക്ക് റെയിൽവേയുടെ പൂർണ്ണമായ ചെലവിൽ പാതയൊരുക്കുകയാണ് റെയിൽവേ ലക്ഷ്യം വെക്കുന്നതും.